ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ്. നമ്മൾ എവിടെയാ പോണേ തമ്പു? കാറിൽ എവിടെ പോവാ? അമ്പലത്തിൽ പോവാനോ? അയ്യോ എക്സൈറ്റഡ്. തമ്പു കം. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ അമ്പലം വിസിറ്റ്സ് ആണ്. തമ്പുവിൻ്റെ ഇൻട്രോയിൽ നിന്ന് മനസ്സിലായി കാണും. നമ്മളിന്ന് 3 അമ്പലത്തിൽ പോകുന്നത്. തൃപ്പൂണിത്തുറ, ഈ ഭാഗത്ത് ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്ത് നിറയെ അമ്പലങ്ങളുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് എപ്പോൾ നാട്ടിൽ വന്നാലും പോകുന്ന അമ്പലങ്ങളാണ്. ഒന്ന് ഹനുമാൻ്റെ ടെമ്പിളാണ്, ദത്താത്രേയ ടെമ്പിൾ എന്ന് പറയും. അവിടെ ആലുവയിലാണ്. നല്ല ടെമ്പിളാണ്. ഇവിടുത്തെ മെയിൻ വഴിപാട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ എന്തെങ്കിലും നടക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തേങ്ങ കെട്ടും. എന്നുവെച്ചാൽ ഒരു 41 ടൈംസ് അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെക്കണം. എന്നിട്ട് 41 ഡേയ്സ് നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല. പിന്നെ നമുക്ക് ഒരു നാമം തരും അവർ, ആ ഒരു സ്ലിപ്പിൽ അല്ലെങ്കിൽ അവർ പറഞ്ഞു തരും. അത് നമ്മളിങ്ങനെ എല്ലാ ദിവസവും രാവിലെ പറയണം. ഇത് അതിൻ്റെ സൈഡിലുള്ള ഒരു റിവറാണ്. അപ്പോൾ ഈ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. രാവിലെ ഞങ്ങൾ രാവിലെയാണ് പോയത്. അപ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അവിടെ ഇങ്ങനെ ചുമ്മാ പോയി നിൽക്കാൻ തോന്നും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഞങ്ങൾക്ക് വിശന്നു. ഞങ്ങൾ ദോശ ഓർഡർ ചെയ്തു. ദോശ കഴിച്ച് തമ്പു വികൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ആ വികൃതിയിൽ തമ്പു വല്ലാതെ ക്ഷീണിച്ചുറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ അടുത്ത ടെമ്പിളിലെത്തി. ഇത് ഗണപതി ടെമ്പിൾ. ഇത് എടപ്പള്ളിയിലുള്ള ടെമ്പിൾ. അതൊരു പഴയ കൊട്ടാരം അമ്പലമാക്കി മാറ്റിയതാണ്. ഇവിടെ ഗണപതിയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം നിന്നു. ഭയങ്കര ഭംഗിയാണ് അവിടെ കാണാൻ. നമ്മൾ രാവിലെ പോകുന്നതാണ് നല്ലത്. അപ്പോൾ എന്താ വെച്ചാൽ ചൂട് അധികം ഉണ്ടാവില്ല. അപ്പോൾ ഒരു 10 മണിക്കുള്ളിൽ നമ്മൾ ഈ അമ്പലങ്ങളിലെല്ലാം പോയി വേഗം എത്താൻ പറ്റും. 10-11 മണിക്കുള്ളിൽ. തമ്പളിയൻ ഫുൾ ഉറക്കമായി, അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അവിടെ ഉണ്ണിയപ്പം കിട്ടും അമ്പലത്തിൽ. ആ ഉണ്ണിയപ്പം ഭയങ്കര യമ്മിയാണ്. അത് ഞങ്ങൾ അടുത്ത അമ്പലത്തിലെത്തി. ഇത് തൃപ്പൂണിത്തുറ അമ്പലമാണ്. അത് എല്ലാവർക്കും അറിയായിരിക്കും. തൃപ്പൂണിത്തുറ പൂർണ്ണത്രേശ്വരൻ്റെ അമ്പലമാണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ ചെറുപ്പം മുഴുവനും മിക്ക ദിവസവും ഇവിടെ തന്നെയായിരുന്നു. ഞങ്ങൾ മുത്തശ്ശനമ്മയും ഞങ്ങളിവിടെ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടി വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഐ സീ യു നെക്സ്റ്റ് വ്ളോഗ്. താങ്ക് യു.